Ladies and gentlemen, Sri here. So, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഐ വോണ്ട് മേക്ക് ഇറ്റ് വെരി ക്വിക്ക്. ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. ദിസ് ഇസ് റെഡ്മിയുടെ വാച്ച് മൂവ് എന്ന് പറയുന്നത്. ഐ തിങ്ക് എൻ്റെ ചാനലിൽ ബ്ലൈൻഡ് റെക്കമെൻഡേഷൻ ആയിട്ട് ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും കൊടുക്കാറില്ല. ദിസ് ഈസ് ട്രൂലി എ ബ്ലൈൻഡ് റെക്കമെൻഡേഷൻ. എനിക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ള അണ്ടർ 2000 rupees ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന കിഡിലെ ഒരു സ്മാർട്ട് വാച്ച് ആയിരിക്കും. ദിസ് ഇസ് റെഡ്മി വാച്ച് മൂവ്, ടോപ്പ് റെക്കമെൻഡഡ്. അതിന് മുന്നേ ഗൈസ്, ഈ വാച്ച് എനിക്ക് എങ്ങനെ കിട്ടിയെന്നൊരു കഥ പറയാനുണ്ട്. സ്പോൺസേർഡ് കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അലൻ ബ്രോ ഉണ്ടല്ലോ, അലൻ ബ്രോ സ്വന്തം വീട്ടിലോട്ട് ഇത് ഓർഡർ ചെയ്തിട്ട് നേരെ ഇത് എനിക്ക് ഷിപ്പ് ചെയ്ത് തന്നെ. എന്നിട്ട് പറയാം ബ്രോ ഇത് യൂസ് ചെയ്ത് നോക്കി, കിടിലൻ സാധനമാണ്, അണ്ടർ 2000 rupees. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചയച്ചാൽ മതി, നല്ലോണം യൂസ് ചെയ്ത്. ഗൈസ്, നിങ്ങളുള്ള ആൾക്കാരൊക്കെ എൻ്റെ ബാക്കിൽ, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളതാണ് എൻ്റെ ബാക്ക് ബോൺ. താങ്ക്സ് എ ലോട്ട് അലൻ ബ്രോ, താങ്ക്സ് എ ലോട്ട്. നമുക്ക് ഈ വാച്ചിനെ കുറിച്ച് പറയുമ്പം ആദ്യമേ തന്നെ ദിസ് ഹാസ് എ വെരി ഗോർജിയസ് ഡിസ്പ്ലേ ആൻഡ് 2000 രൂപയ്ക്ക് 600 nits ഉള്ള ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ വാച്ചിന് എടുത്തേക്കുന്നത്. അതും ബെസൽസ് ഒക്കെ അത്യാവശ്യം തിന്നാ. എനിക്ക് നിങ്ങൾ എത്രത്തോളം ഇത് കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാക്സിമം ബി റോൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ആൻഡ് ബെസൽസ് ഒക്കെ അത്യാവശ്യം തിന്നായിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ. നല്ല ഡിസ്പ്ലേ എന്ന് കളർ ആക്യുറേറ്റ് ആണ്, വൈബ്രൻ്റ് ആണ്. ഇറ്റ്സ് റിയലി ഗുഡ് ഡിസ്പ്ലേ. ഈ പ്രൈസ് റേഞ്ചിനകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒ എസ്. ഗൈസ്, ഷവമിയുടെ ഹൈപ്പർ OS സ്മാർട്ട് വാച്ചസിൻ്റെ അകത്ത് വരുമ്പം ശരിക്കും ഞാൻ പറയാം, ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ചിന് ഇത് എങ്ങനെ ഏത് പ്രോസസ്സർ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിലിനെ ഒന്നും ഞാൻ പോയിട്ടില്ല, സ്പെക്ക് ഒന്നും. എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സ്മാർട്ട് വാച്ചൊക്കെ ഇച്ചിരി കൂടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് റിവ്യൂ ചെയ്യേണ്ട, അല്ല സ്പെക്ക് കാണാതെ പഠിച്ച് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. ദിസ് OS ഇസ് സൂപ്പർ സ്മൂത്ത്, ബട്ടറി സ്മൂത്ത് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബീറോള് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പം ഏത് നാവിഗേഷൻ ആയിക്കോട്ടെ, എന്ത് പോകാനാണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയാണ് ഇത് ഫോൺ, ഈ സാധനം ഉപയോഗിക്കാൻ. പിന്നെ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് IP68 ആണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ സിലിക്കൺ സ്ട്രാപ്പ് ആണല്ലോ. നിങ്ങൾക്ക് ക്വിക്ക് റിലീസ് മെക്കാനിസം ആണ് ഇവർ കൊടുത്തേക്കുന്നത്. അതും 2000 രൂപയ്ക്ക് ക്വിക്ക് റിലീസ് മെക്കാനിസം. IP68 ആണെങ്കിലും ഗൈസ്, എനിക്ക് ഒന്ന് വാച്ചിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ പ്രോബബ്ലി ഇതിനകത്ത് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞൊരു വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി കൊടുക്കാത്ത ബാക്കി ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ചാർജർ ഇൻക്ലൂഡഡ് ആണ്, ബോക്സ്. ഒരുപാടൊന്നും എനിക്ക് പറയില്ല. ബാറ്ററി ലൈഫിനെ കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ബാറ്ററി ലൈഫ് ഇതിനകത്ത് 14 ദിവസമാണ് ക്ലെയിം ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് മിനിമം ഒരു 7 ദിവസം ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഞാൻ ജിമ്മിൽ പോകും, വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഓൾമോസ്റ്റ് 2.5 hours 3 hours ഒക്കെ ജിമ്മിൽ സ്പെൻഡ് ചെയ്ത് ഫുൾ ട്രാക്കിങ്, ഡേ ടൈം മെട്രിക്സും എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ട് ഗൈസ് എനിക്ക് ഭയങ്കര കിടിലമായിട്ട് തോന്നി. അതേപോലെ തന്നെ വേറൊരു സംഭവം പറയാനുള്ള, ഈ ഷവമിയുടെ ആപ്പിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ഗൈസ്, ഇത്രയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു ആപ്പ് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി കിട്ടുവാണെന്ന് പറഞ്ഞാൽ അടിപൊളി. അതിനകത്ത് നമുക്ക് ഓവറോൾ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഫുൾ മെട്രിക്സും കാര്യങ്ങളും അറിയാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഡിവൈസസ് എടുക്കുക, അല്ലെ ഫിറ്റ്നസ് എടുക്കുക. ഞാൻ ഇന്നലെ ചെയ്ത വർക്കൗട്ട് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽസ്. ഇതിനകത്ത് ട്രെഡ്മിൽ എത്ര കിലോമീറ്റർ ഓടി, എന്തോരം ഓടി, എൻ്റെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്. ഈ ആപ്പ് കമ്പാറ്റബിലിറ്റി ഒക്കെ സൂപ്പറാണ് ഈ പ്രൈസ് റേഞ്ചിന്. അതും എല്ലാം ഉണ്ട്. എൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, അതിനകത്ത് എൻ്റെ പേസ് പറയുന്നുണ്ട്, ഞാൻ എത്ര കിലോമീറ്റർ ഓടി എന്ന് പറയുന്നത്, എൻ്റെ കേഡൻസ് പറയുന്നുണ്ട്, ഞാൻ എത്ര കിലോമീറ്റർ അത് സ്ട്രൈഡ് ചെയ്തെന്ന് പറയും, മാക്സിമം സ്ട്രൈഡും. വെരി ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ നമുക്ക് ആപ്പിനകത്തുനിന്ന് ഒരുപാട് കിഡിലം വാച്ച് ഫേസസ് ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റും. കിഡിലം വാച്ച് ഫേസസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വാച്ച് ഫേസസ് തന്നെ. എനിക്ക് ഒരുപാട് കുറ്റമൊന്നും പറയില്ല. നമുക്ക് ചില ഒരു ചെറിയൊരു സംഭവം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 5 പ്രിഫേർഡ് ആയിട്ട് ഇടാൻ പറ്റൂ വാച്ച് ഫേസസ്. ഈ 5 ഇടാൻ പറ്റൂ എന്നൊരു ചെറിയൊരു ക്രെഡിറ്റ് ചോദിച്ചു. ബാക്കിയെല്ലാം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷവമി വേറൊരു കാര്യത്തിലും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവർ ഫെസ്റ്റീവ് വൈറ്റ്സോടെ ഇവൻറ്റ്സ് ആയിക്കോട്ടെ, ദിവാലി ഒക്കെ ആകുമ്പോൾ ദിവാലി ഓറിയൻറ്റഡ് വാച്ച് ഫേസസ് ഒക്കെ കൊടുക്കും. എന്താ പറയുക, 2000 രൂപയ്ക്ക് നല്ല കിടിലം ഡിസ്പ്ലേ, കിടിലം ബാറ്ററി ലൈഫ്, കിടിലം പ്രോസസ്സിങ്ങും, കിടിലം UIയും. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള വർക്കൗട്ട്സും കാര്യങ്ങളും കിട്ടും എക്സെപ്റ്റ് സ്വിമ്മിങ്. GPS എന്ന് പറയുന്ന ഒറ്റ കാര്യം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നോക്കിയപ്പം എന്താ പറയണ, ഷവമി ഇതിനകത്ത് ചെയ്ത കറക്റ്റ് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേര് സ്മാർട്ട് അസിസ്റ്റൻസ് ഒന്നും ഉപയോഗിക്കുന്നതല്ലോ സ്മാർട്ട് വാച്ചിനകത്ത്, അത് കൊടുത്തിട്ടില്ല. പിന്നെ GPS കൊടുത്തിട്ടില്ല. പിന്നെ ഈ വാട്ടർ പ്രൂഫ് സ്വിമ്മിങ്ങും കാര്യങ്ങളും ഈ പ്രൈസ് റേഞ്ചിനകത്തുള്ള വാച്ചസ് കിട്ടുകൊണ്ട് ആരും നീന്താൻ പോകുന്നു എനിക്കും തോന്നുന്നില്ല. ഗൈസ്, ഞാനൊരു 2000 രൂപയുടെ സ്മാർട്ട് വാച്ച് ഇട്ടുകൊണ്ട് നീന്താൻ പോവുകയാണെങ്കിൽ അതൊരു ഫിറ്റ്നസ് ബാൻഡ് ആയിരിക്കും, സ്മാർട്ട് വാച്ച് ആയിരിക്കത്തില്ല. ബാക്കി എല്ലാ രീതിയിലും ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സൂപ്പർ പ്രൊഡക്റ്റാണ്. ഡിസ്പ്ലേ, ബാറ്ററി, പ്രോസസ്സിങ്, ബിൽഡ് ക്വാളിറ്റി, സ്ട്രാപ്പ്, മെട്രിക്സ്, ഞാൻ SpO2, ഓക്സിജൻ സെൻസർ, അങ്ങനത്തെ എല്ലാ സെൻസേഴ്സും നിങ്ങൾക്കുണ്ട്.
വൈ ഡോണ്ട് ഐ റെക്കമെൻഡ് ദിസ് എന്നാണ് എൻ്റെ ചോദ്യം. സോ എനിക്ക് ഈ വീഡിയോ ഭയങ്കര ഷോർട്ടാക്കി വെക്കണം, ഒരു രീതിയിലുള്ള സ്പോൺസേർഡ് കാര്യമൊന്നുമില്ല. ഈ ഇട ഞാൻ ഉപയോഗിച്ചതിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും നല്ല വാച്ചസിനകത്തൊന്നാണ്. പിന്നെ ചെറിയ ചെറിയ നിക് പിക്കിംഗ് ഉണ്ട്, ബാക്കിലേക്ക് പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ ഇവിടെയൊക്കെ എന്താ പറയുക, സൈഡ് റെയിൽസ് ഒക്കെ നമുക്ക് ഫ്രോസ്റ്റഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മാറ്റ് ഫിനിഷ്, ഓൾമോസ്റ്റ് ഫിംഗർ റെസിസ്റ്റൻ്റ് ആവാതിരിക്കുക. അതിൻ്റെ ഉപരി എനിക്കറിയത്തില്ല വേറെ ഏത് വാച്ച് ഉണ്ട് ഇതിനകത്ത് 2000 രൂപയ്ക്കകത്ത് ഫങ്ഷണൽ ക്രൗൺ തരുന്നത്. ഐ മീൻ ഫങ്ഷണൽ ക്രൗൺ വേറെ ഏത് വാച്ച് തരുമെന്ന് എനിക്കറിയത്തില്ല. ദിസ് ഇസ് വെരി 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 യൂസ്ഫുൾ. ഫങ്ഷണൽ ക്രൗൺ എന്ന് പറയുന്നതൊക്കെ പ്രീമിയം വാച്ചസിനകത്ത് മാത്രം കണ്ടുള്ള. പിന്നെ കുറച്ച് കിടിലൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ കണക്ക് വാട്ടർ റിജക്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ഒരു ഫ്രീക്വൻസി ഒക്കെ എമിറ്റ് ചെയ്ത് വാട്ടറൊക്കെ പക്കയായിട്ട് ഇജക്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. സോ നിങ്ങൾക്ക് ഫോൺ ഡ്രിങ്ക് ചെയ്യണേ ഫോൺ ഡ്രിങ്ക് ചെയ്യാം. അങ്ങനത്തെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നോട്ടിഫിക്കേഷൻസ് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. വെരി നൈസ്, വെരി ടാക്റ്റൈൽ. ഇതിൻ്റെ സ്മൂത്ത്നെസ്സും ബട്ടറിനെസ്സും നിങ്ങൾ കണ്ടോ? ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ യൂസ് ചെയ്തിട്ടില്ല. സോ ഗൈസ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഷവോമിയുടെ ബിൽഡ് ക്വാളിറ്റി റിലയബിലിറ്റി ഒന്നും ഭയങ്കര മോശമൊന്നുമല്ല റെഡ്മി വാച്ചിനെ സംബന്ധിച്ച്. പിന്നെ ഗൈസ് 2-3 കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അതിനകത്ത് കോൾ ക്വാളിറ്റി ഒന്നും വലിയ മോശമല്ല. നിങ്ങൾ ഓഫീസ് സ്പേസസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ രാത്രിയിലും ഉച്ചയ്ക്കും ഒക്കെ കോൾ ചെയ്യുവേടാ ഇൻസ്റ്റയിൽ, ഞാൻ എടുക്കത്തില്ല. എനിക്കറിയത്തില്ല. സോ ഗൈസ്, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാതിരിക്കുക. ഞാൻ മെസ്സേജ് ഇട്ട് റിപ്ലൈ തരും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എന്നെ ടാഗ് ചെയ്ത് അത് ഞാൻ റിപ്ലൈ തരും, ഉറപ്പായിട്ടും തരും. പിന്നെ രണ്ടാമത്തെ സംഭവം ഹിന്ദി ലാംഗ്വേജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊഴിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് വാച്ച്. സോ റെഡ്മി വാച്ച് മൂവ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു വാച്ചാണ്. അണ്ടർ 2000 റുപ്പീസ് ഇതുവരെ എൻ്റെ കാലണ്ടർ അല്ലെ എൻ്റെ റഡാറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് വാച്ച്. So guys, it's Sree here. ഞാൻ ഈ വീഡിയോ ഷോർട്ടാക്കി വെക്കാനും താല്പര്യപ്പെടുന്നത്. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു.